ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ലാലിഗ ചാമ്പ്യന്മാർ ആരായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സീസൺ അവസാനിക്കുന്ന സമയത്ത് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം. നിലവിലെ എല്ലാ ടീമിൻ്റെയും കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 4ാം സ്ഥാനത്ത് ഞാൻ സെലക്ട് ചെയ്യുന്നത് അത്ലറ്റിക് ക്ലബിനെ ആയിരിക്കും. നിലവിൽ അവർ 4ാം സ്ഥാനത്ത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി ഒരുപാട് മാച്ചസ് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. അത് ബിഗ് മാച്ചസിലായാലും അതുപോലെ ചെറിയ ടീമിൻ്റെ കൂടെ ആയാലും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് നല്ല രീതിയിൽ സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വരും മത്സരങ്ങളിൽ ഈ ഒരു സെയിം ഫോം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ എന്തായാലും വിന്നറാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ടോപ്പ് 4 എന്നുള്ള ഒരു പദവിയിലേക്ക് എന്തായാലും കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് അത്ലറ്റിക് ക്ലബ്. ടോപ്പ് 3യിലേക്ക് വരുമ്പോൾ ബാഴ്സലോണയാണ് സെലക്ട് ചെയ്യുന്നത്. ബിക്കോസ് ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസും ലാലിഗയിലെ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ലാലിഗയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. കാരണം ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യലോട് കൂടിയാണ് എല്ലാ പ്ലേയേഴ്സും ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി പെർഫോമൻസ് ചെയ്യുന്നത്. പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ്. പക്ഷേ ലാലിഗയിലേക്ക് വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ചെറിയൊരു പോയിൻ്റ് ഡിഫറൻസ് മാത്രമാണുള്ളത്. വരും മത്സരങ്ങളിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചാൽ എന്തുകൊണ്ടും വിന്നറാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ റിയൽ മാഡ്രിഡാണ്. റിയൽ മാഡ്രിഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ റീസെൻ്റ്ലി അവർ ഇമ്പ്രൂവായി വരുന്നു. കാരണം ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒരുപാട് മാച്ചസിൽ കാരണം 25ാം സ്ഥാനത്തുണ്ടായ ടീമാണ്. പക്ഷെ അതിനുശേഷം വന്ന മത്സരങ്ങൾ അറ്റ്ലാന്റ ആയിട്ടുള്ള മത്സരങ്ങളിലായാലും ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ റിയൽ മാഡ്രിഡ് ആയിക്കൊണ്ട് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം അവസാന നിമിഷത്തിലാണ് അവരുടെ ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് റിയൽ മാഡ്രിഡിൻ്റെ മാച്ചസ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും 2ാം സ്ഥാനത്ത് റിയൽ മാഡ്രിഡിനെയാണ് സെലക്ട് ചെയ്യുന്നത്. 1ാം സ്ഥാനത്തേക്ക് വരുമ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ്. നിലവിൽ അവരെ 1ാം സ്ഥാനത്ത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിലായാലും അതുപോലെ തന്നെ ലാലിഗയിലായാലും ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ നല്ല രീതിയിൽ അവർക്ക് സാധിക്കുന്നുണ്ട്. ആ ഒരു നമ്മളിപ്പോൾ റിയൽ മാഡ്രിഡിൻ്റെ സ്കോഡ് നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബാഴ്സലോണയുടെ സ്കോഡ് ഡെപ്ത് നോക്കുന്ന സമയത്തും വളരെ ഡൗൺ ആണ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വരുമ്പം. കാരണം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് 3-4 പ്ലേയേഴ്സ് മാത്രമേ അത്ലറ്റിക്കോ മാഡ്രിഡിലുള്ളൂ. പക്ഷേ അവരെ എടുത്ത് പറയേണ്ട കാര്യം ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഇപ്പോഴുള്ള ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ 100% അത്ലറ്റിക്കോ മാഡ്രിഡിന് ചാമ്പ്യന്മാരാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.